ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ സ്കിൻ കെയർ, ഹെയർ കെയർ, എവറിത്തിങ് ഈസ് എ മെസ് നൗ. ബിക്കോസ് ഒന്ന്, ഞാൻ ഭയങ്കര മടിച്ചിയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ഐ എം സ്ട്രെസ്ഡ് ഗൈസ്. കാരണം I think I've been on the search for a full-time job, and it's been like 2-3 months now. Continuously ഞാൻ ജോബ് സെർച്ചിന് വേണ്ടിയിട്ട് ഉള്ളൊരു തത്രപ്പാടിലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കറിയാം, നമ്മൾ പുറത്ത് രാജ്യത്തൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ സ്കിൻ കെയറും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം കൂടെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ യൂഷ്വലി ഒരു ഡേയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പരിപാടികളൊക്കെ ഒരു സൈഡിലാക്കി വെച്ചിട്ട് ഞാൻ എന്തായാലും ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലും ക്ലാസ്സസിനോ അങ്ങനെ എന്തെങ്കിലും പോകും. അതാണ് പതിവ്. സോ സ്കിൻ കെയർ ഞാൻ നൈറ്റ് ടൈമിൽ മൂഡുണ്ടെങ്കിൽ മാത്രം ചെയ്യും. അങ്ങനെയാണ്. ബാക്കി സമയം മൊത്തം ഐ വിൽ ബി ഇൻവെസ്റ്റിംഗ് ഓൺ ജോബ് ആപ്ലിക്കേഷൻ ഓർ ലൈക്ക് സ്റ്റഡിങ് സംതിങ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോടൊക്കെ ഒന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒന്ന്, ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എൻ്റെ അഭിപ്രായങ്ങളെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പിന്നെയും പറയുന്നത്, എൻ്റെ ചാനലിലെ പേരെന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് അല്ലേ. അപ്പം എൻ്റെ അഭിപ്രായങ്ങളെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയിക്കാം ഇൻ എ റെസ്പെക്ട്ഫുൾ വേ. ഞാൻ എപ്പോഴും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വിവരം കുറവുള്ള ആൾക്കാർ വന്നിട്ട് അവർ ഫുള്ളായിട്ട് കാര്യങ്ങളൊന്നും കേൾക്കാതെ എവിടെ മുറിയും പാതിയും കേട്ടിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളവരോടാണ് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കരുത്. സ്ക്രോൾ ചെയ്തങ്ങ് പോവാം. ഓക്കെ. കാരണം ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ മാത്രം കണ്ടോട്ടെ. നിങ്ങളുടെ അഭിപ്രായം ഇവിടെ വാലിഡ് അല്ല. കാരണം നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പറഞ്ഞ് തിരുത്താനൊക്കെ നടക്കുന്നത്? അത്ര നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരുത്തരുടെ അഭിപ്രായം ഓരോ രീതിയിലാണ്. അപ്പം നിങ്ങൾക്ക് അത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അറിയിക്കാം, മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ കമൻ്റ് ഇടാം. പക്ഷേ അത് വന്നിട്ട് ഇങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുൾ രീതിയിലൊക്കെ വന്നിട്ട് കളിയാക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ ഇടുന്നത് എന്താ പറയണ്ടത്, എല്ലാത്തിനും ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രേസ് ചെയ്യാനൊന്നും വലിയ പാടൊന്നുമില്ല. അതിപ്പം ഒരു സബ്സ്ക്രൈബറുള്ള ആളാണെങ്കിൽ പോലും ഒക്കെ. ഓക്കെ. സോ എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ഞാൻ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് എല്ലായിടത്തും എല്ലാം ഈ നെഗറ്റിവിറ്റിയാണ് എപ്പോഴും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. ഓക്കെ. നമ്മളിപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലോ ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോകും. ഇപ്പം നെഗറ്റീവ് കോണ്ടൻറ്റിനാണ് ഇപ്പോൾ കൂടുതൽ ഹൈപ്പ് ഉള്ളത്. അത് എസ്പെഷ്യലി ഇപ്പം സ്ത്രീകൾ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും യൂട്യൂബർ, ലേഡി യൂട്യൂബർ അവരുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുമോ, അവരുടെ അഭിപ്രായം ഷെയർ ചെയ്യുമോ, അല്ലെങ്കിൽ അവരുടെ തന്നെ ലൈഫ് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിനെ ടാർണിഷ് ചെയ്യാനും അവരുടെ ലൈഫിലേക്ക് ഒത്തിരി അങ്ങ് ചൂഴ്ന്ന് നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാനൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾക്ക്. ദിയ കൃഷ്ണ, അഹന കൃഷ്ണയുടെ ഒക്കെ ഫാമിലി എടുത്തു നോക്കുകയാണെങ്കിൽ അവർ നേരിടുന്ന സൈബർ അറ്റാക്സിനൊന്നും കൈയും കണക്കുമില്ല. കാരണം എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർ ലൈക്ക് സം നെഗറ്റിവിറ്റി അല്ലേ. അവരെപ്പറ്റി നല്ലത് പറയാനാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എത്ര ചെറുതാണെങ്കിൽ പോലും അതിനൊന്നും കൊടുക്കാണ്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിനാണ് വ്യൂവർഷിപ്പ് കൂടുതലുള്ളത്. അതൊന്ന്. ഓക്കെ. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, ഞാൻ ജനറൽ ഒരു ട്രെൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഏറ്റവും വിവാദമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം എന്താണെന്നറിയോ? ഫൺലി ഇനഫ് വസ്ത്രധാരണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ടൊക്കെയുള്ള കോമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, എല്ലാം ആൾക്കാർക്ക് ഭയങ്കര വേരിഡ് അഭിപ്രായങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഇടയ്ക്ക് എന്തോ ഒരു മൂബീസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു ലേഡി, അവർ നല്ല ഫേമസ് ചാനലാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഏറി പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവരുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നബിയെ വിശ്വസിച്ച് മുസ്ലിം മതത്തിലുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിനെ നോക്കുമ്പോഴത്തേക്കും
അവർ പറയുമ്പോൾ ഖുറാൻ ഞാൻ വായിച്ചിട്ടില്ല, സോ ഗൈസ് എനിക്കറിയില്ല. സോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്ത്രീകൾ എപ്പോഴും അവരുടെ മുഖവും തലയൊക്കെ കവർ ചെയ്തിട്ട് വേണം പൊതുസ്ഥലങ്ങളിൽ പോകാനും, പിന്നെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ വേണം നിങ്ങൾ നടക്കേണ്ടത്. മതത്തിനെ ചുറ്റിപ്പറ്റി നിറയെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫോർ എന്ത് റീസൺ ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരുടെ ഇത് കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലത് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഈ ഇടയ്ക്ക് ഒരു ലേഡിയെ, ഡാൻസ് കളിക്കുന്ന ഒരു ലേഡിയോട് പറഞ്ഞു, തട്ടമിട്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഡാൻസ് കളിക്കരുത്, അത് മതത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, അതിലും അവർ ഏറിപ്പോകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യത്തോട് യോജിക്കാത്ത കുറേ മുസ്ലിം സ്ത്രീകളും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഇതേപോലുള്ള വീഡിയോസ് മുന്നേ ഇട്ട് ഫേമസ് ആയി ആൾക്കാർ ഒത്തിരി കണ്ടിട്ടുണ്ട്. അവരങ്ങനെ ഈ പറഞ്ഞ അതേ കോലത്തിൽ, അതായത് ഈ പെൺകുട്ടിയെ കളിയാക്കിയിട്ടുള്ള അതേ കോലത്തിൽ നിന്ന് തന്നെ അവർ ഡാൻസ് കളിച്ചുകൊണ്ടും ടിക്ടോക്ക് വീഡിയോസ് എടുക്കുന്ന പോലത്തെ വീഡിയോസ് എടുത്ത് ഡാൻസ് വീഡിയോസൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് അത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരതിനെ വിമർശിക്കുന്നു ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജനറൽ ട്രെൻഡ് പറയാണ്, വസ്ത്രധാരണത്തിനെ പറ്റി ആൾക്കാർക്ക് എപ്പോഴും ഒരു കോൺട്രഡിക്ടറി അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തുള്ള ആൾക്കാരുമുണ്ട്, ഓപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് സംസാരിച്ചതാണ് ദയാസുജിത്തിൻ്റെ ഇഷ്യൂ. അത് ഞാൻ പറഞ്ഞില്ലേ, അഗൈൻ കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. അവർ ഫാഷൻ എന്താ പറയണ്ട, ഒരു കവർ നമ്മൾ പോസ് ചെയ്യുന്നത് പോലെ പോർട്രേറ്റ് അല്ലല്ലോ, അവരെന്താ പറയേണ്ടത്, നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് കോസ്റ്റ്യൂം ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോനെ എടുത്തു വെച്ചിട്ടാണ് ഈ സ്ത്രീ കളിയാക്കിയത്. അപ്പോൾ അഗൈൻ ഇവരും ഒരു മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അവരുടെ റിലീജിയസ് കോൺസെപ്റ്റ്സിനൊക്കെ കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് ആയിട്ടാണ് പലരും എന്താണ് യൂട്യൂബിൽ വന്നിട്ട് ഫോട്ടോസ് ഇടുന്നതെന്നും അവർക്കത് സഹിക്കാൻ പറ്റാത്തത് അവരുടെ നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ ചർച്ച ചെയ്യുന്നത്, എന്താണോ നമ്മുടെ ബ്രെയിനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതേ കാര്യങ്ങൾ തന്നെയാണ് റീപ്രോഗ്രാം ചെയ്ത് നമ്മളുടെ തോട്ട് പ്രോസസ്സായിട്ട് മാറുന്നത് അല്ലേ. ഇപ്പോൾ വിദേശ രാജ്യത്ത് വന്നിട്ട് ഇതേ സെയിം സ്ത്രീകൾ, ഓക്കെ, ഇപ്പോൾ ഷഫീന ബീവിയും മൂബീസ് പാരഡൈസും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ വന്ന് താമസിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ ഇഷ്ടംപോലെ ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ. അവർ ഈ എന്താ പറയണ്ട, ചിലപ്പോൾ എന്താ ബിക്കിനി ഇട്ട് പോകുന്ന, അല്ലെങ്കിൽ ഹാഫ് സ്ലീവായിട്ടോ പിന്നെ എന്താ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ വി കട്ടിലുള്ള ടോപ്സൊക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് അറിയില്ല. പക്ഷെ അവർ പുറത്ത് പറയില്ല. കാരണം അവർക്കറിയാം ഈ രാജ്യത്ത് കൾച്ചർ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ അബ്രോഡുള്ള കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ അവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി സെൽസ് ഫാസ്റ്റർ. സോ അതുകൊണ്ട് നമ്മൾ ഒരാൾക്കാരെ വിമർശിക്കാൻ നമ്മുടെ നാട്ടിലൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം മതത്തിനെ മാത്രം സംരക്ഷിക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയുന്നില്ല? എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങൾക്കിപ്പോൾ മുസ്ലിം മതത്തിൽ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ചെറുപ്പത്തിൽ തൊട്ടേ ഉണ്ട്. എനിക്ക് ഹിന്ദു കൺവേർട്ടഡ് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, പ്രോപ്പർ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഇല്ല, വേറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരുടെ മതത്തിൽ അവരെ കോൺസ്റ്റൻ്റ്ലി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണ്, എനിക്ക് ആ വേർഡ് കറക്റ്റായിട്ട് അറിയില്ല, നിങ്ങൾ ഇത് കൊടുക്കുക എന്ന് പറയും, എന്താണ്, ദാനം ചെയ്യുക, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, 1/3 ഓഫ് യുവർ ഏർണിങ്സ് അല്ലേ, അങ്ങനെ എന്തോ ഒരു ഇത് അവരുടെ ഖുറാനിൽ തന്നെ ഉണ്ട്. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ആ മതത്തിൽ പഠിപ്പിക്കുന്നു. അതൊന്നും ഇവർക്ക് പറയേണ്ട, ചർച്ച ചെയ്യുകയും വേണ്ട. അവർക്ക് എപ്പോഴും പൊക്കിപ്പിടിച്ച് നടക്കേണ്ടത് സ്ത്രീകൾ എങ്ങനെ നിൽക്കണം, സ്ത്രീകൾ എങ്ങനെ പെരുമാറണം. ഒരു മതത്തിൻ്റെ നട്ടല്ല, അല്ലെങ്കിൽ ഒരു മതം പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഉദ്ധരിക്കാനുള്ളതാണ്. അല്ലാതെ ആൾക്കാരെ കൺസ്ട്രക്റ്റ് ചെയ്ത് അവരുടെ കാഴ്ചപ്പാടുകളെ അടക്കി വെച്ച് ഒരു സമൂഹത്തിനെ മൊത്തം കൺഫ്യൂസ് ചെയ്യിക്കുന്ന പോലുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്, ഹിന്ദുയിസത്തിലും ഉണ്ട് നല്ലതും ചീത്തയും.
എന്താണ് മഹാഭാരതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താണ് പല 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 സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. രാമായണത്തിൽ നമ്മൾ പല പല സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദേവന്മാർ തന്നെ വന്നിട്ട് ഡിസ്ഗൈസ് ചെയ്ത് പല പല മുനിമാരുടെ വേഷത്തിലൊക്കെ വന്നിട്ട് സ്ത്രീകളെ യൂസ് ചെയ്യുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഹിന്ദുയിസത്തിൽ പറയുന്നത് ഇങ്ങനെ സ്ത്രീകളെ അവഹേളിക്കണം എന്നാണോ പറയുന്നത്? അല്ല. അവർ ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഓരോ കഥകൾ മൂലം നമ്മളിലേക്ക് ഓരോ മെസ്സേജസ് എത്തിക്കാനാണ് അവർ നോക്കുന്നത്. അതിലെല്ലാം കറക്റ്റ് പ്രോപ്പർ റൈറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആണോ ആൾക്കാരിലേക്ക് എത്തുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഓരോരുത്തരും അത് കാണുന്ന രീതി വേറെ വേറെ രീതിയിലായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഈ സെയിം കഥ കേൾക്കുന്ന 2 പേരുടെ മനസ്സിൽ പോകുന്ന 2 രീതിയിലായിരിക്കും. ഒരാളുടെ മനസ്സിൽ പോകുന്നത് ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് നല്ലത് പഠിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ആയിക്കൂടാന്ന് പഠിക്കാം എന്നായിരിക്കും അവർ പഠിക്കുന്നത്. വേറൊരാൾക്ക് തോന്നുന്നു, ഓഹോ ഇതിൽ വരെ ഇങ്ങനെ ഇത്രയും എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പം പിന്നെ എന്നിട്ടാണോ മനുഷ്യരെ വന്നിട്ട് ഉദ്ധരിക്കാൻ നടക്കുന്നത്. 2 ടൈപ്പ് ഓഫ് തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. സോ ഞാൻ പറയുന്നത് ഈ മുബീസ് പാരഡൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷഫീന ബീവി ആയിക്കോട്ടെ, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ മുസ്ലിം മതത്തിനെ ഉദ്ധരിക്കാനായിട്ട് നടക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു ഭാവമാണ്. പക്ഷെ അവർ ആക്ച്വലി കുറെ കൂടെ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ആ മതത്തിന് നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം അതിനെ എങ്ങനെ, അതായത് മറ്റുള്ളവർക്ക് ഒരു മോശം പറയാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഐഡിയ കൊടുക്കുന്ന രീതിയിലുള്ള പ്രീച്ചിങ്സും കാര്യങ്ങളും ആണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ട എന്താണ്? അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെയധികം, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും വളർന്നു വരുന്ന ചെറിയ നാൾ തൊട്ട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നിന്നുകൂടാ, എങ്ങനെ ഇരുന്നുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചട്ടക്കൂട്ടിൽ നിന്നിട്ടാണ് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ വളരുന്നത്. അത് ഏത് മതം ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ. ഇവിടെ ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെയാണ്. പെൺകുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നതെന്നുള്ള, എങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പം അവർക്ക് ഇന്നേറ്റായിട്ട് എല്ലാ സ്ത്രീകൾക്കും വേണ്ടത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിലൊക്കെ മതത്തിനെ കൊണ്ടുവന്നിട്ട് വേറൊരാൾ അങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഹിജാബ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പാപമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള നല്ല കാര്യങ്ങൾ, നല്ല വശങ്ങൾ, ആ മതത്തിൽ പറയുന്ന നല്ല വശങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, അല്ലേ? നെഗറ്റിവിറ്റി കൊണ്ടല്ല നമ്മൾ തോൽപ്പിക്കാൻ നടക്കേണ്ടത്. നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി കൊണ്ട് കൂടുതൽ പറയാനാണ് ശ്രമിക്കേണ്ടത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ എല്ലാം ഇറ്റ് ആഡ്സ് അപ്പ്, അല്ലേ? നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് ഓഫ് എന്താ പറയുക ക്രിറ്റിസിസംസ് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുമ്പോഴത്തേക്കും പൊതുവിൽ ജനങ്ങൾക്ക് തോന്നുന്നത് ഇവരെന്താ ഇത്രയും ബാക്ക്വേർഡ് തിങ്കിങ് ആൾക്കാരാണോ എന്നൊക്കെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ മതത്തിലും സ്ത്രീകളെ ഒത്തിരി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹിന്ദുക്കളുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, പീരിയഡ്സ് ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ പൊയ്ക്കൂടാ, ഒരു പ്രത്യേക രീതിയിൽ വേണം, സെപ്പറേറ്റ് റൂമിൽ വേണം എന്നൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചട്ടായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ചെയ്യാത്ത ആൾക്കാരെ ആരും ഇവിടെ ക്രൂശിച്ച് അവരെ പിന്നെ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഈ മതങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹിന്ദുയിസത്തിൽ അവർ അനുവാദിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നില്ല ലൈക്ക് ഇങ്ങനെ എന്താണ് പീരിയഡ്സ് ആയിരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ നടക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന വസ്ത്രമേ ധരിക്കാവുള്ളൂ, അവർ അമ്പലത്തിൽ കയറിക്കഴിഞ്ഞാൽ അശുദ്ധവും അതിന് നമ്മൾ അവരെ ഒത്തിരി പണിഷ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഇങ്ങനെ പറയുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ മതത്തിൽ അതാണെങ്കിലും അവിടെ ആരും ഇങ്ങനെ എന്താ പീരിയഡ്സ് ആകുമ്പോൾ പള്ളി കയറാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റിലീജിയസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഇമ്പോസ് ചെയ്ത് ഒരു റെസ്ട്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ എസ്പെഷ്യലി വസ്ത്രധാരണത്തിൻ്റെ കേസിൽ മുസ്ലിം മതമാണ്. അപ്പം അതാണ് ഞാൻ പിന്നെ സെയിം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലാവില്ല ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, അവർ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക എന്താ പറയണ്ട
ആദരവുണ്ട്. ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ലുക്ക് അപ്പ് ടു ദം ഇൻ സർട്ടൺ വേസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റി, എസ്പെഷ്യലി മലയാളി സൊസൈറ്റീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പൊത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും എംബാരസിങ് ഒരു മൊമെൻ്റ് ഉണ്ടാണ്. ഇപ്പം നമ്മൾ ആരെങ്കിലും കളിയാക്കുവാണ്, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും എന്താ പറയണത്, നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു കറയുണ്ടെങ്കിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വസ്ത്രത്തിൽ കറയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും മറച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സ്വർണ്ണമാല ഇല്ലെങ്കിൽ കല്യാണത്തിന് എങ്ങനെ പോകും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവർ അത് ഇത്, മറ്റുള്ളവരുടെ പെർസെപ്ഷനിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആൾക്കാരാണ് മലയാളീസ്. അപ്പം അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ലിബറൽ തിങ്കിങ് ഒക്കെ ഉള്ള വ്യക്തികളാണ് ഈ അസ്ലാം ആർലിയും പിന്നെ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർ. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളെയും പറ്റിയിട്ട് അറിവ് പകരാനും അവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യാനും ഒക്കെയാണ് അവർ അവരുടെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സ്പെസിഫിക്കലി ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീലക്ഷ്മി വളരെ എന്താ പറയണ്ട ബുദ്ധിമുട്ടേറിയ ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഫാദർ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ മൾട്ടിപ്പിൾ ടൈംസ് അവർ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന ആൾക്കാർ, പ്രേക്ഷകർ, രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് മറ്റുള്ളവരുടെ പെയിൻ കണ്ടിട്ട് ആനന്ദം എടുക്കുന്ന ആൾക്കാരുണ്ട്, ഒരു സഡിസ്റ്റിക് മൈൻഡുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഈ 4 ആൾക്കാരുടെ അടുത്ത് പോയി ചെന്നിട്ട് കണ്ടോ ഇവരിങ്ങനെയാണ്, അയ്യോ എന്തൊരു സ്വഭാവം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഗോസിപ്പ് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവരുടെ ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ പോകുമ്പോൾ വളരെ മോശമായിട്ടൊക്കെ ഉള്ള കമൻറ്റ്സ് ഇടുന്നത്. അതൊരു ടൈപ്പ്. ഇനി വേറൊരു ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഇപ്പോൾ അവർ പറയുന്ന ചില മോശം അനുഭവങ്ങൾ, ചിലപ്പോൾ ഈ പല ടൈപ്പ് ഓഫ് അനുഭവങ്ങളിൽ കൂടെയും അസോൾട്ടിൽ കൂടെയൊക്കെ പോയിട്ടുള്ള ഒത്തിരി പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരാൾ വന്നത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് നല്ലത് നേടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷെ ആ നമ്പർ ഭയങ്കര കുറവാണ്. അപ്പോൾ അത്രയും ബോൾഡായിട്ട് വന്ന സ്ത്രീ പറയുന്നു, അതിനെ ഇത്രയും വളച്ചൊടിച്ച് കമൻ്റ് ഇടുമ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയട്ടെ, മേ ബി ശ്രീലക്ഷ്മി അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കുറച്ചുകൂടെ പാലറ്റബിൾ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നെഗറ്റിവിറ്റി ആ പുള്ളിക്കാരിയുടെ അടുത്തോട്ടേക്ക് വരില്ല. കാരണം എപ്പോഴും ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് വിഷയമായിട്ട്, ഇപ്പോൾ അസ്ലയുടെ കാര്യം എടുത്ത് നോക്കും, പീപ്പിൾ റെസ്പെക്റ്റ് ഹർ ബിക്കോസ് അവർ പറയുന്നത് ഇപ്പോൾ ഇൻറ്റിമസിയുടെ കാര്യങ്ങളെ പറ്റിയിട്ടും കുറച്ച് നമ്മൾ പുറത്ത് പറയാനായിട്ട് താല്പര്യപ്പെടാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മൾക്ക് അവരോട് ഒരു ബഹുമാനം തോന്നുന്നത് അവരൊരു പക്ഷേ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ഭയങ്കര നീറ്റായിട്ടായിരുന്നു. നീറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയണ്ടേ, പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള മിതമായിട്ടുള്ള രീതിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവർക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും, അതായത് പറയുന്ന സമയത്ത് അവർ പറയുന്ന വിഷയത്തിനാണ് ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരെങ്ങനെ അവരെ പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ അവരുടെ മുഖഭാവം എന്താണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ് എന്നതിലുപരി അവരുടെ വിഷയത്തിലാണ് ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ശ്രീലക്ഷ്മിയുടെ കേസ് വരുമ്പോൾ നേരെ തിരിഞ്ഞാണ്. ശ്രീലക്ഷ്മിയുടെ കേസ് വരുമ്പോഴത്തേക്കും അവർ ഉപയോഗിക്കുന്ന വാക്കുകളും അവരുപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജും അവർ പറയുന്ന ടോണും ആൾക്കാർ ഒത്തിരി മിസ്കൺസ്ട്രൂഡ് ചെയ്യാറുണ്ട്. അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആരും നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവർ ഈയിടയ്ക്ക് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഓവുലേഷൻ ടൈമിലുണ്ടാവുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന ഇമോഷണൽ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് ആകാതിരിക്കാം അല്ലേ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഓവുലേഷൻ ടൈമിൽ ഒത്തിരി ഹൈറ്റൻഡ് ഇമോഷൻസ് തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു അല്ലേ. അപ്പം ഞാൻ ആലോചിച്ചെന്താ പറയട്ടെ, അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ അത് അവർ ഷെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് പലർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് അത് ഷെയർ ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു അത് ആ റിസീവിങ് എൻഡിലിരുന്ന ആൾ, ഇൻ്റർവ്യൂവർ റിസീവിങ് എൻഡിലിരുന്ന ആൾ ഈ പറഞ്ഞ വിഷയത്തിനുമായിട്ട് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു, അങ്ങനെയുള്ള വെന്യൂ ആയിരുന്നു,
മൂന്നാമത് ശ്രീലക്ഷ്മി പറയുന്ന എല്ലാം വളച്ചൊടിച്ച് ട്രോളാക്കാൻ നടക്കുന്ന ആൾക്കാരല്ലേ കൂടുതലുള്ള. ആ ഒരു പരിസരബോധം ശ്രീലക്ഷ്മി അവിടെ കാണിച്ചിരുന്നു എങ്കിൽ, ഉപയോഗിച്ച വാക്കുകൾ കുറച്ചുകൂടെ മിതമായിട്ട് പാലറ്റബിളായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് പാലറ്റബിളിന് മലയാളം അറിയത്തില്ല, പാലറ്റബിൾ ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം ബാക്ക്ലാഷ് ഉണ്ടാവില്ല. അപ്പം ബേസിക്കലി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ മറ്റുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ നോക്കിയപ്പോഴത്തേക്കും പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാർ, ബ്രാൻഡ് ഇമേജ് ഉള്ള ആൾക്കാരൊക്കെയാണ് നമ്മളുടെ അടുത്തേക്ക് അവർ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഓരോ വിഷയങ്ങൾ. അപ്പം ആൾക്കാരത് എടുക്കുന്ന രീതി, പിന്നെ എല്ലാത്തിനെയും കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് എൻ്റെ യൂട്യൂബ് ഷോർട്സ് നോക്കിയാലും അറിയാം. അവർക്ക് ബേസിക്കലി അവർ അറ്റൻഷൻ ക്രേവ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അറ്റൻഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് അവിടെ അവർ ഇട്ടതുകൊണ്ട് ഈ കാണുന്ന വ്യൂവേഴ്സിനോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന എനിക്കോ പ്രത്യേകിച്ച് യാതൊരു ഗുണം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു മിനിറ്റ് ആലോചിക്കുക. അത് പ്രസൻറ്റ് ചെയ്യുന്ന വിഷയം, എസ്പെഷ്യലി സെൻസിറ്റീവ് വിഷയങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കേസിൽ അവരുടെ അച്ഛനെ പറ്റിയിട്ടൊക്കെ ഉള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളത്, അതങ്ങനെ പുറത്ത് എല്ലാ കാര്യങ്ങളും ഒരു മറയില്ലാണ്ട് സംസാരിക്കണം. ഒരു ഫിൽറ്റർ എവിടെ ഇടണം എന്നുള്ളൊരു ബോധം കുറച്ചൊക്കെ കാണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അപ്പം എല്ലാ ടൈപ്പ് ഓഫ് യൂട്യൂബേഴ്സും നമ്മളുടെ ഇടയിലുണ്ട്. വളരെ തുറന്നടിച്ച് സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന എസ്പെഷ്യലി പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് വരുന്നത്. കാരണം ആൺ യൂട്യൂബേഴ്സ് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പറയുക, എല്ലാവരും അവരുടെ ഇൻറ്റൻഷൻ ഭയങ്കര പ്യുവറായിരിക്കും. പക്ഷെ അവർ പറഞ്ഞു വരുമ്പം അവർ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ. അത് ആർക്കും അതൊരു വിഷയമേ അല്ല. അതിനെ ഏറ്റുപാടി നടക്കാനാണ് ആൾക്കാർ ഇതാക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് അതൊരു വുമൺ പറയുന്ന സമയത്ത് ഓക്കെ, നീനൊക്കെ എങ്ങനെ അങ്ങനെ പറയാം എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റി ഒരു ഫ്രെയിം വർക്കിലാണ് ഇരിക്കുന്നത്. സോ ഇറ്റ്സ് ബെസ്റ്റ് നിങ്ങളുടെ ഈ മെസ്സേജസ് ക്രോസ് ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടു ആക്ച്വലി ഫോളോ ദ റൂൾസ്. കുറേയൊക്കെ അതിനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജസ് അവിടെ പോകത്തുമില്ല, നിങ്ങൾ കരിവാരി തേക്കപ്പെടുകയും ചെയ്യും. അപ്പം ഇതാണ് എനിക്ക് ഇന്നത്തേക്ക് പറയാനുള്ളത്. എൻ്റെ ഒബ്സർവേഷൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണോ ഓ ഇവള് പറയുന്ന പോലെ ഒന്നും അല്ല എന്ന് തോന്നിക്കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറുപടി ആയിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഐ ഡോണ്ട് നോ, ലൈക്ക് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് എ യൂട്യൂബർ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് മാന്യത പുലർത്തണം എന്നുള്ളത്. അപ്പം അവിടെ വന്നിട്ട് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടോ ജോക്കിംഗ് രീതിയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലുള്ള റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുക. നേരെ മറിച്ച് നിങ്ങൾ ജെന്യൂനായിട്ട് കൺസേണോ ജെന്യൂനായിട്ട് കാര്യവും പറയുന്നുള്ള അതേ സീരിയസ്നെസ്സോടു കൂടിയായിരിക്കും ഞാനത് എടുക്കുന്നുണ്ടാവുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലോങ് വീഡിയോ അവസാനിപ്പിക്കുന്നു. I wish you all a great day ahead.